الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس قد جاءكم برهان من ربكم وأنزلنا إليكم نورا مبينا. فأما الذين آمنوا بالله واعتصموا به فسيدخلهم في رحمة منه وفضل ويهديهم إلى صراط مستقيما. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമദയാലുവായ പടച്ചതമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഇന്ന് കുറച്ച് ആളുകൾ അധികം ഉള്ളതുകൊണ്ട് നമ്മൾ സ്വപ്നമുള്ള ആളുകൾ ആരും സംസാരിക്കേണ്ടതില്ല. ഒഴിവുള്ള ആളുകൾ മുന്നിലേക്ക് കയറിയിരിക്കാം. സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ജുമാ തന്നെ നമ്മൾക്ക് ബാത്തിലായി പോകും. അതുകൊണ്ട് ആർക്കും നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതില്ല. ഒഴിവുള്ള സ്ഥലത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാം, കയറി നിന്നുകൊണ്ട് മറ്റുള്ള ആളെയും അതിനുവേണ്ട സൗകര്യം ചെയ്യും. രണ്ടാമത്തെ നിലയിൽ സ്ത്രീകളാണ്, മൂന്നാമത്തെ നിലയിലാണ് ഇവിടെ ആളുകൾ നിറഞ്ഞാൽ പോകേണ്ടത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാം. പരിശുദ്ധ റമദാനിന്റെ എല്ലാ പവിത്രതകളും ഉൾക്കൊണ്ടുകൊണ്ട് ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമോ അങ്ങനെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നമ്മൾ എല്ലാവരും. അള്ളാഹു നമ്മളിൽ നിന്ന് നമ്മൾ ചെയ്ത അമലുകൾ, ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ആഫിയത്തോടു കൂടി ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ റമദാനിൽ നമുക്ക് കിട്ടിയ ഓരോ സന്ദർഭവും നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ദറജ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന തരത്തിലുള്ള റമദാനായി ഈ റമദാനിനെ അള്ളാഹു മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. പുണ്യം നിറഞ്ഞ ഈ റമദാനിൽ അതിന്റെ ആ ഓരോ പുണ്യവും ഉൾക്കൊണ്ട് സന്തോഷത്തോടു കൂടി എഴുന്നേൽക്കേണ്ട ഓരോ പ്രഭാതവും നമുക്കറിയാം. അശാന്തി നിറഞ്ഞ വാർത്തകളെ കൊണ്ട് നിറഞ്ഞു നിൽക്കാൻ ഭീകരമായ ഭീതിതമായ മെസ്സേജുകളാണ് ഓരോ ദിവസവും നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബത്തെ മുഴുവൻ കൊന്നിട്ട് തീരാത്ത മക്കള്, സഹപാഠിയെ കൊന്നിട്ട് വീണ്ടും സോഷ്യൽ മീഡിയയിൽ പോയി അത് ആഘോഷിക്കുകയും അതിനേക്കാൾ വലിയ മെസ്സേജുകൾ നൽകുകയും ചെയ്യുന്ന സുഹൃത്തുക്കൾ, അങ്ങനെ പോകുന്നു നമ്മുടെ പുതിയ തലമുറ.
പുതിയ തലമുറയെ കുറിച്ച് എല്ലാവരും ആശങ്കയിലാണ്. എങ്ങോട്ടാണ് ഈ സമൂഹത്തിന്റെ പോക്ക് എന്ന് എല്ലാവരും ചോദിക്കുകയാണ്. നിയമസഭ നിർത്തിവെച്ച് ഈ വിഷയം മാത്രം ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച ഒരു സന്ദർഭത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ നിൽക്കുന്നത്. നമുക്ക് എന്താണ് ഇതിന് പരിഹാരം? പലപ്പോഴും നമുക്കറിയാം, പരിഹാരം എന്ന് പറയുന്നത് ഈ പരിശുദ്ധ റമദാനിൽ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഈ റമദാനിൽ നമ്മൾ നോമ്പ് നോൽക്കാൻ തന്നെ കാരണമായ ഖുർആൻ ഇറങ്ങിയിട്ടുള്ള ഒരു മാസമാണ് ഈ മാസം. ഈ മാസത്തിൽ നമ്മൾ നോമ്പ് നോൽക്കുന്നത് പോലും ആ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് കൊണ്ടാണ്. ഖുർആൻ മാത്രമാണ് പ്രിയപ്പെട്ട സഹോദരികളെ ഇതിൽ പരിഹാരം. ഖുർആൻ എന്തുകൊണ്ടാണ്? അത് മനുഷ്യർക്ക് മുഴുവൻ സന്മാർഗമാണ്. എന്നല്ല പറഞ്ഞത്. ശ്രദ്ധിക്കേണ്ടത്, ഇത് മനുഷ്യരെല്ലാവരും ഇന്ന് ആഗ്രഹിക്കുന്നത് പരിഹാരമാണ്. ഖുർആൻ പറയണത് ഖുർആൻ ഇറങ്ങിയ ഈ മാസം, ആ ഖുർആൻ എന്ന് പറയുന്നത് എന്തൊക്കെ അത് നിങ്ങൾക്ക് നൽകുന്നു. നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ അന്തം വിട്ട് നിൽക്കല്ലേ, എന്ത് ചെയ്യണം എന്നറിയാതെ നിങ്ങൾ അന്തം വിട്ട് നിൽക്കുമ്പോ അവിടെ നിങ്ങൾക്ക് കൃത്യമായ ഒരു ഖുർആൻ ഏതിലേക്ക് എന്ത് സ്വീകരിക്കണം എന്ന് നിങ്ങൾക്ക് ഖുർആനിൽ നോക്കിയാൽ കാണാൻ കഴിയും. അതാ ഖുർആൻ പറഞ്ഞത്, ഈ ഖുർആൻ എന്ന് പറയുന്നത് അത് നേരെ ചൊവ്വ വഴി കാട്ടുന്ന ഒരു വേദഗ്രന്ഥമാണ്. അപ്പോ ഒരൊറ്റ വഴി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. അത് അള്ളാഹുവിന്റെ വിശുദ്ധ വേദഗ്രന്ഥത്തിലേക്ക് മടങ്ങുക എന്നത് മാത്രമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നുള്ള ഏക പൊവഴി. അള്ളാഹു പറഞ്ഞില്ലേ, അള്ളാഹു വലിയല്ലദീന ആമനൂ യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ വല്ലദീന കഫറൂ ഔലിയാഉഹും അത്ത്-താഗൂത്ത് യുഖ്രിജൂനഹും മിനൻ-നൂരി ഇലൽ-ളുലുമാത് ഉലൈക അസ്ഹാബുൻ-നാരി ഹും ഫീഹാ ഖാലിദൂൻ. എത്ര കൃത്യമായിട്ടാണ് പടച്ചതമ്പുരാൻ ഈ മനുഷ്യർക്ക് ഇത്രയേറെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം. അല്ല പറയാ, ഈ ഖുർആൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കാണ്. നിങ്ങൾ എവിടെ കുടുങ്ങിയിട്ടുണ്ടോ അവിടെ നിങ്ങൾക്കൊരു വെളിച്ചം വേണ്ടേ, ഒരു ടോർച്ച് വേണ്ടേ. അതാണ് അള്ളാഹ് തന്നത്. അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനൽ-ളുലുമാത്. വിശ്വസിച്ചവരുടെ രക്ഷിതാവാകുന്നു അല്ലാഹു. അല്ലാഹു യുഖ്രിജുഹും, അവരെ പുറത്തു കൊണ്ടുവരുന്നു, മിനൽ-ളുലുമാതി ഇലൻ-നൂർ, ളുലുമാത്തിൽ നിന്ന് നൂറിലേക്ക്, പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നത് പടച്ചതമ്പുരാനാണ്. എന്നാൽ വല്ലദീന കഫറു ഔലിയാഉഹും അത്ത്-താഗൂത്ത്, എന്നാൽ സത്യനിഷേധികളുടെ രക്ഷിതാക്കൾ ദുർമൂർത്തികളാകുന്നു. അവരെന്ത് ചെയ്യുന്നു? യുഖ്രിജൂനഹും മിനൻ-നൂരി ഇലൽ-ളുലുമാത്, അവർ പ്രകാശത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്നു. ഉലൈക അസ്ഹാബുൻ-നാർ, അക്കൂട്ടരാകുന്നു നരകത്തിന്റെ ആളുകൾ. അവരാകുന്നു അവിടെ ശാശ്വതമായി നിൽക്കുന്ന ആളുകൾ. അപ്പൊ ആരാണ് കൃത്യമായി പ്രകാശത്തിലേക്ക് കൊണ്ടുപോകുന്നത്? അള്ളാഹുവിനെ വിശ്വസിച്ച ആളുകൾ, അള്ളാഹ് അയച്ച വിശുദ്ധ വേദഗ്രന്ഥം. അല്ലാത്ത ആളുകൾ കൊണ്ടുപോകുന്നത് അന്ധകാരത്തിലേക്കാണ്. അല്ലേ? നമ്മൾ നോക്കൂ, ഇന്ന് റിപ്പോർട്ട് വന്നു, എന്താ ഇങ്ങനെ ഈ കുട്ടികൾ, പുതിയ സമൂഹം എന്തുകൊണ്ടാ ഇങ്ങനെ വഴിതെറ്റിയത് എന്ന് ഇവിടുത്തെ ഐഡിയാണ് പരിശോധിച്ചത്. അതായത് ഇന്റലിജൻസ് ബ്യൂറോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഉടനീളം നമ്മുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുത്ത് എന്താണ് ഈ നാട്ടിൽ എന്തെങ്കിലും അപകടമുണ്ടാകുന്ന സംസാരങ്ങളോ പിന്നെ കൂടലുകളോ ഉണ്ടോ എന്ന് നോക്കി നടക്കുന്ന ആളുകൾ അവർ കുറച്ച് ദിവസങ്ങളായി പഠന വിധേയമാക്കുകയായിരുന്നു. ഇന്നലെ റിപ്പോർട്ട് സമർപ്പിച്ചു. എന്താ റിപ്പോർട്ടിന്റെ സംക്ഷിപ്തം? നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങൾ തകർന്നതാണ്. നമ്മുടെ ഈ വിദ്യാർത്ഥികളുടെ ഈ നിലക്കുള്ള, ഈ സമൂഹത്തിന്റെ യുവതലമുറയുടെ ഈ നിലക്കുള്ള പോക്കിന് കാരണം എന്ന് പറയാൻ ആരെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കുടുംബത്തെ തകർത്തത്? നമുക്കറിയാം, മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറഞ്ഞപ്പോ അവിടെ നമ്മൾ പറഞ്ഞ
പറഞ്ഞു, അല്ല പ്രിയപ്പെട്ടവരെ, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിന്റെ സൃഷ്ടികളാ നമ്മൾ. നമുക്ക് ചില നിയന്ത്രണങ്ങളുണ്ട്. ആ പടത്തമ്പുരാൻ നമ്മുടെ പരീക്ഷണത്തിന് അയച്ചതാ. അത് പറഞ്ഞിട്ട് പറഞ്ഞു, പഴഞ്ചനായ ഈ ആശയങ്ങളാണോ ഈ പുതിയ തലമുറക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? അല്ല, അവർ സ്വതന്ത്രരായി വിഹരിക്കട്ടെ, അവർ ആസ്വദിക്കട്ടെ, അതിരുകളില്ലാത്ത ലോകത്തെ അവർക്ക് തുറന്നു കൊടുക്കൂ. ആരാണ് പ്രിയപ്പെട്ടവരെ ഈ മതത്തിന്റെ ചങ്ങലക്കെട്ടുകൾക്കുള്ളിൽ എന്തിനാണ് ഈ സമൂഹത്തെ തടച്ചിടുന്നത് എന്ന് പറഞ്ഞ് ലിബറൽ സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പുസ്തകങ്ങളിലൂടെ, സെമിനാറുകളിലൂടെ, അതുപോലെ സിമ്പോസിയങ്ങളിലൂടെ, ടേബിൾ ടോക്കുകളിലൂടെ അങ്ങനെ നിരവധി സംസാരങ്ങൾ ഉണ്ടായി. പുതിയ തലമുറ ഏറ്റെടുത്തു. അവസാനം എവിടെ എത്തി? മക്കൾ പറയാണ്, പെൺകുട്ടികൾ പറയാണ്, കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ കണ്ടപ്പോ ചില പെൺകുട്ടികൾ അതിനെ ആസ്പദമാക്കി റീൽസ് ഇടാൻ തുടങ്ങി. എങ്ങനെ? ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് അത് വലിയ ഭാരമുള്ള സംഗതിയാണ്. പ്രസവിക്കുക, അല്ലെങ്കിൽ ഗർഭധരിക്കുക എന്ന് പറഞ്ഞത് അത്രമേൽ പ്രയാസമുള്ള സംഗതിയാണ്. അതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ എന്തൊക്കെയാണോ ആസ്വദിക്കാനുള്ളത് അത് ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ ജീവിച്ചു കൊള്ളാം എന്ന് പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, അരാജകത്വത്തിലേക്കുള്ള വഴിയാണ്, അങ്ങനെ പോകാൻ പാടില്ല. നമ്മൾക്ക് കൃത്യമായ നിയമങ്ങളുണ്ട്, അതിന് നമ്മൾ വില കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ ഭയങ്കരായി ചിത്രീകരിച്ചു നമ്മളെ. മതത്തിന്റെ ആളുകളെ ഏറ്റവും മോശമായി ചിത്രീകരിച്ചു. അവസാനം നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? കുടുംബ ബന്ധങ്ങൾ തകരുകയാണ്. മക്കൾ എങ്ങോട്ടുമില്ലാതെ യാത്ര പോകുകയാണ്. അതിരുകളില്ലാത്ത ലോകം അന്വേഷിച്ചുകൊണ്ട് മക്കൾ യാത്രയാണ്. ഇന്ന് ഇവിടെ കണ്ട കുട്ടി നാളെ കാണുന്നത് മുംബൈയിലാണ്. മുംബൈയിലെ നോക്കുമ്പോ അവിടെ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത് നോക്കൂ. ഒരു നിലക്കുള്ള അറിവില്ലായ്മയും ആ കുട്ടികളിൽ നമ്മൾ കാണുകയാണ്. യഥാർത്ഥ ജീവിതത്തെ പറ്റിയുള്ള കൺസെപ്റ്റില്ലാത്ത മക്കൾ അവരെങ്ങനെ പോകുകയാണ്. ആ പോകുന്നത് ഉണ്ടാക്കി തീർത്തത് പ്രിയപ്പെട്ടവരെ ഇവിടെ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, പ്രിയപ്പെട്ട കുട്ടികളോട്, സമൂഹത്തോട്, ആളുകളോട് നമ്മൾ പറഞ്ഞത് ഒരൊറ്റ പരിഹാരമുള്ളൂ. മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു ഇറങ്ങിയിട്ടുള്ള വിശുദ്ധ വേദഗ്രന്ഥമല്ലാതെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിന് പരിഹാരമല്ല. യാ അയ്യുഹന്നാസ്, മനുഷ്യരെയാണ് വിളിച്ചത്. നോക്കി, മനുഷ്യരെയാണ് അല്ലാഹു വിളിച്ചത്. യാ അയ്യുഹന്നാസ് ഖദ് ജാഅകും ബുർഹാനും മിർ റബ്ബികും വഅൻസൽനാ ഇലൈകും നൂറൻ മുബീനാ. മനുഷ്യരെ, നിങ്ങൾ പരിഹാരം അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ സത്യമാണ്. യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, ഖദ് ജാഅകും ബുർഹാനും മിർ റബ്ബികും, നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിൽ നിന്ന് ബുർഹാൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്, തെളിവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. നിങ്ങളിലേക്ക് അവൻ ഇറക്കിയിട്ടുണ്ട് നൂറൻ മുബീന, ഏറ്റവും കൃത്യമായ ഒരു നൂർ ഇറക്കിയിട്ടുണ്ട്. ആരാണ് ആ മാർഗത്തിൽ വിശ്വസിക്കുകയും ആ ഖുർആനിന്റെ പക്ഷം മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്, അവർ അല്ലാഹുവിന്റെ റഹ്മത്തിൽ അവർ വിധേയരാകും. അല്ലാഹുവിന്റെ ശ്രദ്ധയിലും അവരെ അല്ലാഹു ഏറ്റവും നല്ല വഴിയിലേക്ക് അവരെ നടത്തിക്കൊണ്ടു പോവുകയും ചെയ്യും. ഇല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ചു, ഖുർആൻ പഠിച്ച മക്കൾ അവർ എവിടേക്കാണ് പോകുന്നത് എന്ന് നിങ്ങളൊന്ന് പഠനം നടത്തി നോക്കൂ. അവർ മാറുന്നത് വലിയ മാറ്റമാണ്. നോക്കൂ, നമ്മൾ അതിന് ചില ക്യാമ്പുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. വളരെ വൃത്തികെട്ട മോശം സൈക്കിൾ വിഹരിച്ചിരുന്ന ഒരു കുട്ടിയെ പിടിച്ച് ഒരു 3 ദിവസത്തെ ക്യാമ്പിൽ കൊണ്ടുവരുമ്പോ അവൻ ടോട്ടലി ചേഞ്ച് ആവുകയാണ്. എന്റെ അവന്റെ മനസ്സിൽ ചേഞ്ച് വന്നത് വിശുദ്ധ ഖുർആന്റെ ആയത്ത്. ഈ മനസ്സിനെ മാറ്റാൻ ഒന്നുകൊണ്ടല്ലാതെ സാധ്യമല്ല. ഖുർആനിന്റെ ആയത്ത് കൊണ്ടല്ലാതെ ഒരു മനസ്സിനെ മാറ്റാൻ കഴിയില്ല.
നമ്മൾ നോക്കൂ, നമ്മൾക്കുള്ള ഒരു ചെറിയ പ്രശ്നം എന്താ വെച്ചാല് നമ്മള് ഡിപ്ലോമ കോഴ്സിന് 6 മാസമാണ്. 6 മാസത്തെ ഡിപ്ലോമ കോഴ്സിന് വേണ്ടി നമ്മൾ പണം ചെലവഴിക്കും. ഡിഗ്രിക്ക് നമുക്ക് 6 സെമസ്റ്ററിന് പക്ഷെ ഇവിടെ കിട്ടിയില്ലെങ്കിലും പുറത്ത് ഏതെങ്കിലും സംസ്ഥാനത്ത് കിട്ടിയാൽ അവിടേക്ക് പറഞ്ഞേക്കാൻ വേണ്ടി നമ്മൾ എല്ലാ ത്യാഗവും ചെയ്യും. അതിനുവേണ്ടി രക്ഷിതാക്കൾ അതിൻ്റെതായ സംഗതികളൊക്കെ ചെയ്യും. അതുപോലെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് വേണ്ടി അതിന്റെ എൻട്രൻസ് കോച്ചിങ് കഴിഞ്ഞ് പിന്നീട് ആ കോഴ്സ് പൂർത്തിയായി മെഡിക്കൽ ഫീൽഡിലാണ് ഹൗസ് സർജൻസി കഴിഞ്ഞ് ഒരു ഡോക്ടർ ആകുന്നത് വരെ എത്രമാത്രം ത്യാഗമാണ് ഒരു കുടുംബത്തിലെ രക്ഷിതാക്കൾ നടത്തുന്നത്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊക്കെ ആ മേഖലകളൊക്കെ പഠിക്കുകയും അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ നേടണം. പക്ഷെ നോക്കൂ, ആ ത്യാഗത്തിന്റെ ഒരു ചെറിയ ഒരംശം 3 ദിവസത്തെ ക്യാമ്പ് ഉണ്ട്. എന്തിന്? ആ മകളെ ഒന്ന് മാറ്റിയെടുക്കാൻ. അവരിപ്പം വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ലോകമല്ല ഏറ്റവും വലിയ ലോകം, മറിച്ച് അതിനേക്കാൾ വലിയ ലോകമുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ പറ്റിയ ഖുർആനിന്റെ ഒരു 3 ദിവസത്തെ ക്യാമ്പിന് വേണ്ടി വിളിച്ചാൽ മാതാപിതാക്കൾ പറഞ്ഞ മറുപടി എന്താ? ചിലപ്പം പറയും ഹസ്ബൻഡ് വീട്ടിലില്ല, അതുകൊണ്ട് അവനെ കൊണ്ടുവരാൻ ആളില്ല. ചിലപ്പം പറയുന്നത് അവന് വേണ്ട ഒരു വാഹനമില്ല. പിന്നെ പറയും അവർക്ക് നടത്തുന്ന ക്യാമ്പ് എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു സ്ഥലത്ത് താമസിക്കുന്ന ശീലം പോലും അവനില്ല, അവൾക്കില്ല. അതുകൊണ്ട് അവൾക്ക് അസുഖം എന്തെങ്കിലും വരും. അതുകൊണ്ട് ഇന്നത്തെ ഈ ക്യാമ്പിനില്ല. നമുക്ക് നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഒഴിവാക്കാൻ പറ്റുന്നത് ഏതാണ്? ഈ 3 ദിവസത്തെ ക്യാമ്പ്. എന്നാൽ 6 മാസത്തെ കോഴ്സ് അല്ലെങ്കിൽ ഡിഗ്രി പ്രൊഫഷണൽ കോഴ്സുകൾക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്ന മാതാപിതാക്കൾ അവർ ആലോചിക്കുന്നില്ല ഈ മക്കൾക്ക് ഖുർആനൊന്ന് കൊടുക്കാൻ, ഖുർആനൊന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും അവസരങ്ങളെ എത്രത്തോളം ത്യാഗം ഉപയോഗിച്ച് ചെയ്യണം എന്ന ബോധത്തിലേക്ക് മറന്നുപോകണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഉണ്ടാകുന്നത് എന്താ? മക്കൾ നല്ലോണം പഠിക്കുന്നുണ്ട്, നല്ല പഠിച്ചു വരുന്നുണ്ട്. പക്ഷെ പഠിച്ചു കഴിയുമ്പോ മൂല്യങ്ങൾ മറന്നുപോകണം. ആ മൂല്യങ്ങൾ മറന്നു പോകാതിരിക്കാനാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ അതൊക്കെ ചെയ്യുന്നതോടൊപ്പം ഏറ്റവും മർമ്മപ്രധാനമായ ഖുർആനിന്റെ പഠനത്തിലേക്ക് നിങ്ങൾ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് അല്ലാഹു സമാധാനത്തിന്റെ വഴി തുറന്നു തരൂ എന്ന് പറയാണ്. വിശുദ്ധ ഖുർആൻ പറയാണ്, അള്ളാഹു തന്റെ പൊരുത്തം തേടിയവരെ, അള്ളാഹുവിന്റെ ഇഷ്ടം തേടിയിട്ട് ഖുർആൻ വന്ന് പഠിക്കുന്ന ആളുകളെ ആ ഖുർആൻ മുഖേന അവനതാ കൊണ്ടുപോകുന്നു, സമാധാനത്തിന്റെ വഴികളിലേക്ക് കൊണ്ടുപോകുന്നു, സുബുലസ്സലാം. മാത്രവുമല്ല അവരെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുപോകുന്നു, ഏറ്റവും ചെറുതായ വഴിയിൽ അവരെ അങ്ങനെ നയിക്കുകയും ചെയ്യും. കൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഖുർആന്റെ മാർഗത്തിലേക്ക് പോയിട്ടുള്ള ആളുകൾ അവർക്ക് കിട്ടുന്ന മെച്ചെന്താ കണ്ടോ? അവർക്ക് വല്ലാത്തൊരു ആശ്വാസമാണ്. പ്രതിസന്ധികളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും വരുന്ന സന്ദർഭത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. അവർക്ക് പേടിയില്ല, അവർക്ക് ഭയമില്ല. വിശുദ്ധ ഖുർആനാണ് പറഞ്ഞത്. ഈ ഖുർആനിലൂടെ അതിന്റെ ഹുദ മനസ്സിലാക്കിയിട്ടുള്ള അള്ളാഹു അയച്ചിരുന്ന ഹുദ ഉൾക്കൊണ്ട് കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് എന്നിൽ നിന്നുള്ള ഹുദ നിങ്ങൾക്ക് വന്നെത്തി, ആ ഹുദ പിൻപറ്റി കഴിഞ്ഞ ആളുകൾക്ക് അവർ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല, അവർക്ക് ദുഃഖമോ ഭയമോ ഉണ്ടാവുകയില്ല. ഉറപ്പാണ്. അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ആയത്തുകൾ ഇങ്ങനെ നിറഞ്ഞേക്കും. എവിടത്തെ ഓനെ MBBS ഡോക്ടറായി അവൻ സ്വന്തം ഒരു ക്ലിനിക്ക് തുടങ്ങിയാലും ആ സന്ദർഭത്തിലും എല്ലാ പുസ്തകത്തിന്റെയും മുകളിലുണ്ടായ ഖുർആന്റെ ഒരു കോപ്പിയാണ്. കാരണം അവന് ബോധമുണ്ട്, എനിക്ക് ഈ അവസ്ഥ
അവസരം തന്നത് റബ്ബാണ്. ഞാനിങ്ങനെ നോക്കാനുള്ള ഇതിന്റെ ഓരോ മെഡിക്കൽ ടേംസുകൾ വെച്ചുകൊണ്ട് എനിക്ക് ചെയ്യാനേ കഴിയൂ. മാറ്റുന്നതും നിർവഹിക്കുന്നതും ഈ പ്രപഞ്ചത്തിന്റെ സത്താവാണ് എന്ന ബോധ്യം അവനുണ്ടാവും. അതുകൊണ്ട് അവൻ സർവീസായി, അതായത് അത് സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു സേവനമായിട്ടാണ് അത്തരം ആളുകൾ ഇതിനെ കണക്കാക്കുക. ഒന്ന്, അതിന് സമാധാനം ഉണ്ടാവും. രണ്ടാമത്തതോ, എല്ലാ സന്ദർഭത്തിലും ഖുർആൻ പഠിച്ച ആൾക്ക് റബ്ബിനെ കുറിച്ചൊരു പേടിണ്ടാവുന്ന മാത്രമല്ല, അള്ളാഹു എങ്ങാനും ഈ സമയവും ഈ സന്ദർഭവും എന്റെ ഈ അവസരമൊക്കെ ചോദ്യം ചെയ്യുമല്ലോ എന്ന് മനസ്സിന്റെ ഉള്ളിൽ തോന്നുന്നത് എപ്പോഴാ? ഖുർആന്റെ ആയത്തുണ്ടാകുമ്പോ, ഖുർആൻ പഠിക്കുമ്പോഴാണ്. സൗന്ദര്യമുള്ള, എല്ലാ നിലക്കും തറവാടിത്തമുള്ള ഒരു പെണ്ണ് ഒരാളെ ക്ഷണിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ആ പുരുഷൻ എന്ത് ചെയ്യുന്നു? ആരാണ് പ്രിയപ്പെട്ടവരെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ ഇത് തണൽ കിട്ടുന്ന ആളുകളെ പറ്റി പറഞ്ഞു. തണൽ കിട്ടുന്ന ആളുകളെ പറ്റി പറഞ്ഞ കൂട്ടത്തിലെ ഒരു മനുഷ്യൻ ആരാ? അവൻ അല്ലാഹുവിനെ കുറിച്ച് പഠിച്ചവൻ, അവൻ അല്ലാഹുവിന്റെ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കിയവനാ. അതുകൊണ്ട് ഭൗതിക ജീവിതത്തിലെ ഏറ്റവും ആസ്വാദനം നിറഞ്ഞ ഒരു സന്ദർഭത്തിലേക്ക് അവനെ ക്ഷണിച്ചു കഴിഞ്ഞപ്പോ അവന്റെ മറുപടി എന്താ? ഇന്നീ അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു. അങ്ങനെ ഒരു ബോധം നമ്മുടെ മക്കൾക്ക് ഉണ്ടാകണം, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായി കഴിയുമ്പോ ആ ബോധമുള്ള ആളുകൾ രക്ഷപ്പെടും, ജിഹത്തിലും പരത്തിലും രക്ഷപ്പെടും. പടച്ചതമ്പുരാന്റെ മുമ്പിൽ നിൽക്കണം എന്ന ബോധത്തോടുകൂടി ഈ ഹവകളെ, ഇച്ഛകളെ ഒഴിവാക്കിയ ആളുകൾ അവർക്ക് അല്ലാഹു കൊടുക്കുന്നത് ഏറ്റവും ഉന്നതമായ സ്വർഗമാണ്. അവർക്ക് അല്ലാഹു നൽകുന്നത് സ്വർഗമാണ്. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഇതല്ല സുഖം, ഇതിനേക്കാൾ വലിയ സുഖം കിട്ടാനുണ്ട് എന്ന ബോധ്യത്തിലേക്ക് ഖുർആൻ പഠിച്ച ആളെത്തും. നമുക്കറിയാം, ഇന്ന് ലഹരിയുടെയും മ്യൂസിക്കിന്റെയും DJ പാർട്ടിയുടെയും ഒക്കെയുള്ള ചെറിയ ചെറിയ ആസ്വാദനങ്ങൾക്ക് പിന്നാലെയാണ് നമ്മുടെ സമൂഹത്തിലുള്ള മഹാഭൂരിപക്ഷം ആളുകൾ പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊക്കെ ചെറുതാണ്, ഇൻസന്റായ ആസ്വാദനങ്ങൾ മാത്രമേ അത് അനുഭവിച്ച ആളുകൾ തന്നെ പറയും. അത് കുറഞ്ഞ നേരത്തെ ഒരു ടെൻഷൻ മാറ്റാൻ ഏതെങ്കിലും ഒരു DJ പാർട്ടിയിൽ ആടി അവസാനം അങ്ങ് ക്ഷീണിച്ച് ഉറങ്ങിക്കഴിയുമ്പോ അവന് കിട്ടുന്നത് ഏതാനും മണിക്കൂറുകൾ മാത്രം നേരത്തെയുള്ള ബോധമില്ലാത്ത അവസ്ഥയാണ്. ഏതെങ്കിലും ഡ്രഗ്സ് അടിച്ചുകൊണ്ട് ലഹരിയിൽ മുഴുകിക്കിടക്കുന്ന ആള് അവന് കിട്ടുന്നത് ഏതാനും മണിക്കൂറുകൾ സമയത്തെ ഒരു ബോധമില്ലാത്ത അവസ്ഥയാണ്. ഇങ്ങനെ ഏതെടുത്ത് നോക്കിയാലും അതിനൊക്കെ താൽക്കാലികമായ സുഖങ്ങൾ എന്ന് പറയുന്നത് താൽക്കാലികമായ ബോധക്ഷയമാണ്. ആ ബോധമില്ലാത്ത അവസ്ഥയിൽ ഉറങ്ങുന്നത് അതാണ് അവർക്ക് കിട്ടുന്ന ഒരു ടെൻഷൻ ഇല്ലാത്ത നേരം. അപ്പോൾ ഈ ടെൻഷനോടുകൂടി, വെപ്രാളത്തോടുകൂടി, പ്രയാസത്തോടുകൂടി ജീവിക്കുന്ന മനുഷ്യർക്ക് ആശ്വാസമാണോ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങൾ അല്ലാഹുവിലേക്ക് സമർപ്പിച്ചു നോക്കൂ, നിങ്ങൾക്ക് മനസ്സമാധാനത്തിന്റെ വലിയ ഒരു ലോകം നിങ്ങൾക്ക് കിട്ടും. കാരണം ദുനിയാവ് അങ്ങനെയാണ്. ദുനിയാവിന് നിങ്ങൾ പ്രാധാന്യം കൽപ്പിച്ചാൽ നിങ്ങൾക്ക് അതൊരു ടെൻഷനായി, നഷ്ടപ്പെട്ടതിനെ കുറിച്ച് നിരാശയുള്ളവനായി അങ്ങനെ നിങ്ങൾ ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് ദുനിയാവിന് മനസ്സിലായിക്കോളി, അത് കുറച്ചല്ലോ. ഈ ദുനിയാവിലുള്ള മതാവ് പറഞ്ഞാൽ വളരെ ഖലീലാണ്. എന്നാൽ അല്ലാഹുവിന്റെ അടുത്തുള്ളതോ ഏറ്റവും വിഭവ സമൃദ്ധവുമാണ്. ആഖിറത്ത് എന്ന് പറഞ്ഞത് അത് ഖൈറാണ്, അബ്ഖയാണ് എന്ന്. ഇതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് പോകേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത ഇതങ്ങോട്ട് കടന്നു ചെല്ലണം. അങ്ങനെ കടന്നു ചെന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തുറക്കാത്ത ഹൃദയവും അടഞ്ഞ ഹൃദയവും അത് തുറക്കും. അതിന് ഖുർആൻ നല്ലോണം നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. ഇന്ന് റമദാനായി നമ്മൾ ഖുർആൻ എടുത്ത് നമ്മുടെ മക്കളെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എന്തൊരു ചന്തണ്ട്, നമ്മുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എന്തൊരു പ്രകാശമുണ്ട്. റമദാനായി കഴിഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് ഈ ഒരു ആശ്വാസം ഉണ്ടായത് ഒന്നും
ഒന്നുമില്ല, നമ്മളൊന്നും മാറ്റില്ല. പക്ഷെ ഖുർആനുള്ള എഴുത്താണ്, നമ്മൾ ഖുർആനുള്ള എഴുത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആനിലേക്ക് കൊണ്ടുവരണം. ഇനി സഹോദരന്മാരോട് പറയാനുള്ളത്, മക്കളെ കിട്ടണോ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ എങ്കിൽ സ്ത്രീകൾ നിർബന്ധമായിട്ടും മക്കൾക്ക് പിന്നാലെ ഉണ്ടാകണം. അവര് ഈ ദീനിന്റെ കാര്യത്തിൽ ഉമ്മയുടെ ശാഠ്യം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഉപ്പ വേണ്ട എന്നല്ല, ഉപ്പക്ക് ഒരുപാട് കാര്യങ്ങളുമായി അവർ പുറത്താകും. നിങ്ങളോടൊപ്പമാണ് മക്കൾ അധിക സമയം ഉണ്ടാകുക. പക്ഷെ ദീനിന്റെ കാര്യം പറയുമ്പോ ഒരു ചെറിയ ഇളവ് പോലും പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ കൊടുക്കല്ലേ. നിങ്ങൾ അതിന്റെ പ്രാധാന്യത്തോട് കൂടി തന്നെ കൊടുക്കാൻ നിങ്ങൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ശ്രമിച്ചു നോക്കൂ, മക്കളെ നിങ്ങൾക്ക് കിട്ടും. ഖുർആന്റെ ക്ലാസ്സിലേക്ക് പോകണമെന്ന് പറയുമ്പോ തലവേദന പറയുന്ന പെൺകുട്ടികൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഖുർആന്റെ ക്ലാസ്സിലേക്ക് പോകാൻ പറയുമ്പോ സ്കൂളിൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് എന്ന് കളവ് പറഞ്ഞ് പോകുന്ന കുട്ടികൾ ഉണ്ടാകും. നിങ്ങൾ ഉറപ്പുവരുത്തുക, അധ്യാപകരെ ഒന്ന് വിളിച്ചു നോക്കുക. ഇന്ന് ക്ലാസ് ഉണ്ടോ, ഇവർ പറയുന്നത് അപ്പോടെ വിശ്വസിച്ച് പറഞ്ഞയക്കാതെ എല്ലാത്തിനും ഒരു കൃത്യമായ ബോധം മാതാക്കൾ എന്ന നിലയ്ക്ക് സഹോദരിമാർ ഈ വിഷയത്തിൽ ഗൗരവത്തിലെടുക്കണം. ചെറിയ തലവേദനയല്ലേ, അതിന് എന്തെങ്കിലും ഒരു റെമഡി പറഞ്ഞ് ആ ക്ലാസ്സിലെത്തിക്കുന്നത് വരെ ഞാൻ അവന്റെ കൂടെ ഉണ്ടാകും, ഞാൻ അവന്റെ കൂടെ ഉണ്ടാകുമെന്ന് സഹോദരിമാരെ നിങ്ങളൊന്ന് നിശ്ചയിച്ചു നോക്കൂ. നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് സഹോദരിമാർ അതിന്റെ ദൗത്യം നിർവഹിക്കണം. തർബീയത്തുൽ ഔലാദ് ഏറ്റവും അധികം ഏൽപ്പിച്ചത് സഹോദരിമാരെ നിങ്ങളെയാണ്. നാളെ പടച്ചതമ്പുരാൻ ചോദിക്കുന്ന വിഷയം, നിങ്ങളോട് ചോദിക്കുന്ന ഒരു വിഷയം ഇതാണ് എന്ന ഗൗരവം നിങ്ങൾ ഏറ്റവും അധികം ഓർക്കണം. അങ്ങനെ നാം മുന്നോട്ട് പോയാൽ നമ്മൾക്ക് നല്ല ഒരു തലമുറയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നമ്മൾ കണ്ട സ്വപ്നങ്ങളൊക്കെ നമ്മൾ നേടിയില്ലേ? നമുക്ക് ഭൗതിക തലത്തിൽ ഒരു വീടുണ്ടാക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു, വീട് നമ്മൾ ഉണ്ടാക്കി. മക്കൾക്ക് നല്ല ജോലി കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു, മക്കളെ ഏറ്റവും നല്ല സ്ഥാപനത്തിൽ നമ്മൾ കയറ്റി. അങ്ങനെ ആ ജോലി മക്കൾക്ക് കിട്ടി. എത്ര കുട്ടികളാ PSC കിട്ടിയത്, അൽഹംദുലില്ലാ. എത്ര കുട്ടികളാ നല്ല നല്ല പോസ്റ്റിലുള്ളത്, അൽഹംദുലില്ലാ. എന്റെ കാരണം മാതാപിതാക്കൾ ബോധമുള്ളവരായി അവർക്ക് എങ്ങനെ പോകണമെന്ന കരിയർ ഗൈഡൻസുകൾ കൊടുക്കാൻ കേന്ദ്രങ്ങൾ ഉണ്ടായി. അവിടെ നമ്മൾ എത്തിച്ചു. അങ്ങനെ മക്കളെ അങ്ങോട്ട് നമ്മൾ പറഞ്ഞയച്ചു. പല കരിയറും നേടി. എന്നാൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾക്ക് ഉണ്ടാകുമോ എന്ന് ഒരു ആത്മപരിശോധന നമ്മൾ നടത്തുക. ഖബറിലെ 3 ചോദ്യങ്ങളുണ്ട്. 3 ചോദ്യങ്ങൾക്കും മോളോട് ചോദിക്കുമ്പോ ഇപ്പച്ചും അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. ഏത് കോഴ്സ് എടുക്കണമെന്ന് ഇപ്പച്ചും പറഞ്ഞെന്നെ, ഏതിന് പോകണമെന്ന് പറഞ്ഞെന്നെ, ഏത് ട്യൂഷൻ സെന്ററിൽ പോകണമെന്ന് പറഞ്ഞെന്നെ, അവിടേക്കുള്ള വാഹനങ്ങൾ റെഡിയാക്കി തന്നെ, അതിനുള്ള പൈസ തന്നിട്ടുണ്ട്, ഫീസ് കംപ്ലീറ്റ് അടിച്ചിട്ടുണ്ട്. പക്ഷേ ഖബറിലെ 3 ചോദ്യം ഉമ്മയും ഉപ്പയും പറഞ്ഞിട്ടില്ല എന്നെങ്ങാനും നമ്മുടെ മക്കൾ പറഞ്ഞാൽ നമ്മളെന്ത് ഉത്തരം പറയും? ഏതൊക്കെ തഫ്സീർ നാട്ടിലുണ്ട്, ഏതെങ്കിലും ഒരു തഫ്സീർ മോനെ എന്ന് പറഞ്ഞ് ഈ പഠിക്കുന്ന പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ മോനെ ഇത് നീ വെക്കണം, ഈ തഫ്സീർ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? അമ്മ ജുസുകിലെ ഏതെങ്കിലും ഒരായത്തിന്റെ ഒരു സൂറത്തിന്റെ ആശയമെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ആയത്തിൽ അതിന്റെ മഹത്വം അറിയേണ്ടവരാ നമ്മളെല്ലാവരും. മക്കളോട് ചോദിച്ചു നോക്കുക, മോനെ നിനക്ക് ആയത്തുൽ കുർസിയുടെ മഹത്വം നിനക്ക് അറിയുമോ? അങ്ങനെ ഞാൻ ചോദിച്ചിട്ട് അറിയില്ല എന്നങ്ങാനും ഉത്തരം പറഞ്ഞാൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മൾ എന്ത് മറുപടി പറയും? സൂറത്തുൽ ഇഖ്ലാസിന്റെ ശ്രേഷ്ഠത നമുക്കെല്ലാവർക്കും അറിയാം. ചോദിച്ചു നോക്കും നമ്മുടെ മക്കളോട്, സൂറത്തുൽ ഇഖ്ലാസിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി നീ കിടന്നുറങ്ങുന്ന സമയത്തെങ്കിലും ആഹിറ സോദരന്റെ മോനെ എന്നെങ്കിലും ചോദിച്ചു നോക്കൂ. ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഉത്തരം പറയും. നമുക്കറിയാം ഒരുപാട് നിയമങ്ങളും ഒരുപാട് ജീവിതത്തിന്റെ കാര്യങ്ങളുമുണ്ട്. മറ്റുള്ള നിയമങ്ങളൊക്കെ അറിയുന്ന കുട്ടിയോട് ഖുർആനിന്റെ നിയമങ്ങളൊക്കെ നീ പഠിച്ചിട്ടുണ്ട് മോനെ എന്ന് ചോദിച്ചാൽ മഹ്റജനുസരിച്ച് ഓതാൻ വരെ അറിയില്ല ഉമ്മ, മഹ്റജനുസരിച്ച് ഓതാൻ അറിയില്ല ഉമ്മ എന്നെങ്ങാനും നമ്മുടെ മക്കൾ പറഞ്ഞാൽ നമ്മൾ ഉത്തരം പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു ചോദ്യമാണ്. മറ്റു പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തി അതിന്റെ കേന്ദ്രങ്ങളിൽ പോയി നമ്മൾ
നമ്മൾ കൃത്യമായ വഴി അന്വേഷിച്ച് നമ്മുടെ മക്കൾക്ക് ജോലി വാങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം നൽകിയിട്ട് അവരെ പറഞ്ഞേക്കാൻ, ഖബറിലേക്ക് പറഞ്ഞേക്കാൻ അവർക്ക് മലക്കുകളോട് സംവദിക്കുന്ന സമയത്ത് അഭിമാനത്തോടുകൂടി എന്റെ ഉമ്മ പഠിപ്പിച്ചതാ, അവർ എന്നെ കൊണ്ടുപോയി ആത്മീയ ക്യാമ്പിൽ നിന്ന് കിട്ടിയതാ എനിക്ക് ഈ അറിവ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മക്കൾ അഭിമാനത്തോടുകൂടി പറയുമ്പോ ആർക്കാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നേട്ടമുണ്ടാകുക? നമുക്കാണ് അതിന്റെ നേട്ടം. ആ നേട്ടത്തിനായിരിക്കണം നമ്മൾ ഈ പരിശുദ്ധ റമദാനിലെ വിശുദ്ധ ഖുർആനിന്റെ പഠനവും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സദ്രിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ. നമ്മൾ കുടുംബസമേതം നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുക. ചെയ്യാനുള്ളതെല്ലാം നമ്മൾ ചെയ്യുക. ചെയ്തു കഴിഞ്ഞിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇജ്അലിൽ ഖുർആന, അല്ലാഹുവേ ഈ ഖുർആനിനെ നീ ആക്കണം റബീഅ ഖുലൂബിനാ, എന്റെ ഹൃദയത്തിന്റെ വസന്തമാക്കി തീർക്കണം. ഖുർആൻ ഇങ്ങനെ എടുക്കുമ്പോ വല്ലാത്തൊരു പൂതി, എടുത്തിട്ട് മതിയാകാത്ത പൂതി ഖുർആനോട്. ഖുർആൻ എടുക്കുമ്പോഴേക്കും തലവേദന വരിക, ക്ഷീണം വരിക, ഉറക്കം വരിക, നല്ല വേണ്ടത് അല്ലാഹുമ്മ ഇജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സദ്രിനാ, എന്റെ ഹൃദയത്തിന്റെ പ്രകാശമാക്കി ഈ ഖുർആനിനെ മാറ്റണം. വജലാഅ ഹുസ്നിനാ, എന്റെ ദുഃഖങ്ങളെ മാറ്റിമറിക്കാൻ ഈ ഖുർആൻ എനിക്ക് പര്യാപ്തമാകണം. വദഹാബ ഹമ്മിനാ, എന്റെ ദുഃഖങ്ങൾ പോക്കുന്നത് ഈ ഖുർആനിലുണ്ടായിരിക്കണം. അങ്ങനെ ആ ഖുർആനിനെ നെഞ്ചോട് ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, സഹോദരികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ രഹസ്യ പരസ്യ മേഖലകളിലും കാത്തു സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ട് അവന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കറിയാം, പരിശുദ്ധ റമദാനിലാണ് പലരും സകാത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുള്ളത്. കാരണം ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരവും സമ്പത്തും എല്ലാം വൃത്തിയാക്കി അവസാനം ഫിത്ർ സക്കാത്തിന്റെ ആ കവാടത്തിലൂടെ നമ്മൾ ഈദ്ഗാഹിലേക്ക് അല്ലെ പള്ളിയിൽ കൊടുക്കും. നമ്മൾ ഏറ്റവും ശുദ്ധരം, നമ്മുടെ ശരീരവും മനസ്സും ശുദ്ധമാക്കി നമ്മുടെ സമ്പത്തും ശുദ്ധമാക്കിയിട്ടാണ് അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. അപ്പൊ ആ അല്ലാഹു അക്ബർ നല്ല പവറുണ്ട്. കാരണം അല്ലാഹുവേ നീയാണ് വലിയവൻ എന്ന് ഞാൻ ഒരു മാസം കൊണ്ട് തെളിയിച്ചു. എനിക്കിഷ്ടമുള്ള നല്ല ഭക്ഷണം എന്റെ മുമ്പിലുണ്ട്. പക്ഷെ റബ്ബെ നിന്റെ തൃപ്തി ആലോചിച്ച് അത് പകരം ഒഴിവാക്കിയാണ്. റബ്ബാണ് വലുത് എന്ന് മനസ്സിലായി. അങ്ങനെ അതുപോലെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പണം അള്ളാഹുവിൻ്റെതാണ്. അൽ മാലു മാലൂനാണ്. ആ പണത്തെ നമ്മൾ എന്ത് ചെയ്യും? അള്ളാഹു നമുക്ക് ഒരു കസ്റ്റോഡിയാണ് നമ്മളെ ഏൽപ്പിച്ചത്. ആ ഏൽപ്പിച്ച പണം നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ അള്ളാഹ് പറഞ്ഞതുപോലെ അല്ല ആമനൂ ബില്ലാഹി വറസൂലിഹി വഅൻഫഖൂ മിമ്മാ ജഅലകും മുസ്തഖലഫീന ഫീഹി വല്ലദീന ആമനൂ മിൻകും വഅൻഫഖൂ ലഹും അജ്റുൻ കബീർ. അള്ളാഹ് പറഞ്ഞതുപോലെ നമ്മൾ ചെലവഴിക്കണം. അള്ളാന്റെ പണം നമ്മളെ ഏൽപ്പിച്ചപ്പോ ആ ഏൽപ്പിച്ച സമയത്ത് ഒരു ചെറിയ നാറ്റോ നൽകി ഇതൊക്കെ എടുത്തോ, ഇന്ന് എന്തൊക്കെ കൊടുത്താൽ ബാക്കി അള്ളാന്റെ മാനത്തിൽ ചെലവഴിച്ചാടാം എന്ന് പറഞ്ഞു തന്നാണ്. അപ്പൊ ആ തന്നത് ആ പറഞ്ഞതുപോലെ നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിനെന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല വർധന ഉണ്ടാക്കി തരും. അപ്പൊ സക്കാത്തിന്റെ വിഷയം വിശദീകരിച്ച് പറയേണ്ട ഒരു സംഗതിയല്ല. കാരണം എല്ലാവർക്കും അറിയാം സക്കാത്തിന്റെ നിസാബും. നമുക്കുള്ള ഒരു വർഷം തികഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ റമദാനിലാണ് കഴിഞ്ഞ കൊല്ലം ഞാൻ സക്കാത്ത് കൊടുത്തത്. വളരെ സിമ്പിളാണ്. കഴിഞ്ഞ കൊല്ലം റമദാനിലാണ് സക്കാത്ത് കൊടുത്തെങ്കിൽ റമദാൻ 20-നാണെങ്കിൽ ഈ വർഷം റമദാൻ 20 വരുമ്പോ ഒരു കൊല്ലമായി കഴിയുമ്പോൾ നമ്മൾക്കുള്ള വരുമാനത്തിന്റെ സ്രോതസ്സുകൾ നോക്കിയാൽ മതി. ശമ്പളം കിട്ടുന്ന ആള് ശമ്പളം ഒരു സ്രോതസ്സാണ്.
ഇനി കൃഷിയാണെങ്കിൽ കൃഷിയിലൂടെ വരുന്ന വരുമാനത്തിന് സ്രോതസ്സാണ്. അല്ലെങ്കിൽ പിന്നെ സ്വർണവും വെള്ളിയും ഉള്ള ആളുകൾ അങ്ങനെ അത് നോക്കിയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞാൽ ആ ഒരു കൊല്ലം അതിന്റെ എത്തിക്കഴിഞ്ഞാൽ സക്കാത്തായി. അതിന് നിസാബ് കൂടി കൂട്ടാൻ ഓരോന്നിനും ഓരോ അളവുണ്ട്. ആ അളവ് പൂർത്തിയായാൽ അതിൽ നിന്ന് അള്ളാഹു കൊടുക്കാൻ പറഞ്ഞത് ലേശം ഒരു ചെറിയ ടാക്സ് അത് കൊടുക്കണം. ബാക്കി ഇംഫാഖും ഫീ സബീലില്ലാ അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് എത്രയും കൊടുക്കാം. പക്ഷെ പറഞ്ഞത് അള്ളാഹ് പറഞ്ഞ ആ കണക്കിന് കൊടുക്കണം. ആർക്ക് കൊടുക്കണം? ആർക്കെങ്കിലും കൊടുക്കണ്ട. അതിനും അള്ളാഹു ആണ് പറയുന്നത് ആ ആൾക്ക് 7 ആൾക്ക് മാത്രം കൊടുത്താൽ മതി. അങ്ങനെ നിങ്ങൾ കൊടുത്ത് അത് നിർബന്ധമായി കൊടുക്കേണ്ട സംഗതിയാണ്. അങ്ങനെ കൊടുത്ത് വീട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് നല്ല ഒരു മാനസികമായ സുഖം ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്നത് പണം ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചാലാണ് നമുക്ക് സുഖം ഉണ്ടാകുന്നത്. കെട്ടിപ്പൂട്ടി വെച്ചാൽ ഉണ്ടാകുന്നുണ്ടോ ധാരാളം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ. മാനസിക പ്രശ്നം നിങ്ങൾ ചോദിച്ചു സാമ്പത്തികമായി നല്ല സ്രോതസ്സുള്ള മനുഷ്യരോട് അതിൽ തന്നെ ഇപ്പൊ ഈ അടുത്ത് വലിയ ഒരു കമ്പനിയുടെ ശൃംഖല നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു പണക്കാരൻ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞു എന്റെ ഇതിന്റെ വിജയത്തിന്റെ ഏറ്റവും പ്രധാന കാരണം സക്കാത്താണ്. അത് അനുഭവിക്കാൻ കഴിയും. അത്ര വലിയ ആളുകൾ അതൊക്കെ അനുഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? കൊടുത്തു പോയാ കുറഞ്ഞു പോവോ എന്ന് വരും. ആരാത് തരുന്നേ? ഈ സമ്പത്ത് തരുന്ന ആരാ? നമ്മളുടെ കഴിവുകൾ, നമ്മളുടെ മികവ്, നമ്മുടെ ആവശ്യം ഒന്നുമല്ല, റബ്ബ് തരുന്ന ബർക്കത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ റബ്ബാണ് തരുന്നെങ്കിൽ റബ്ബ് പറഞ്ഞവർ കൊടുത്തു നോക്കി. അള്ളാഹു പറയാണ് അവർക്ക് അള്ളാഹു കൂട്ടിക്കൊടുക്കുന്നു. വിശുദ്ധ ഖുർആനാണ് പറഞ്ഞത്. അവര് സകാത്തിൽ നിന്ന് കൊടുക്കാണ്. തുരീദൂന അവർ ഉദ്ദേശിക്കുന്ന എന്താണ്? അള്ളാഹുവിന്റെ തൃപ്തിയാണ്. എങ്കിൽ അത്തരം ആളുകൾക്ക് അത് അവർക്ക് അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. അത് വന്നത് പ്രിയപ്പെട്ട സഹോദരികളെ നമ്മൾ കേൾക്കേണ്ടതില്ല, കെട്ടിപ്പൊട്ടിക്കേണ്ടില്ല. ചില ആൾക്കാരുണ്ട് ഇങ്ങനെ കുറെ സമ്പാദിച്ചു, മക്കളും സമ്പാദിക്കാൻ തുടങ്ങി. എന്നാലും ഇയാൾ വീണ്ടും സമ്പാദിച്ചു കൂട്ടാണ്. സമ്പാദിക്കേണ്ടതല്ല. ഇസ്ലാമിൽ സമ്പാദിക്കേണ്ടത് മാത്രമാണ് അൺലിമിറ്റഡ് പറഞ്ഞത്. ലിമിറ്റഡ് നിങ്ങൾക്ക് എത്ര ഉണ്ടാക്കാം, സമ്പത്ത് എത്ര ഉണ്ടാക്കി ഇസ്ലാം പറയുന്നത്. പക്ഷേ ഏത് സമ്പത്ത് ഉണ്ടാക്കണോ നിന്റെ അങ്ങോട്ടുള്ള യാത്രക്കുള്ള വിവാദത്തിന് തടസ്സമാകും. നമ്മൾ പ്രായമായി മക്കളും വരുമാനത്തിലായാൽ നമ്മൾ പഴയ കാലത്ത് ഓടിയതുപോലെ ഓടി ഉണ്ടാക്കണ്ട. മക്കളൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വരുമാനത്തിന് വേണ്ടിയുള്ള വർക്ക് ചെയ്യണം. പക്ഷെ നമ്മൾ അപ്പോഴും ഓടുകയാണെന്ന് നമസ്കാരം ഒഴിവാക്കി നീ വിജയത്തിലേക്ക് വാ. നിന്റെ കച്ചവടത്തിന്റെ വിജയം, നിന്റെ ജീവിതത്തിന്റെ വിജയം, നിന്റെ എല്ലാത്തിന്റെയും വിജയം ഈ സ്വലാത്താണ്, എന്നെ ഓർക്കലാണ്. ആ സ്വലാത്തിലേക്ക് നീ വാ എന്ന് പറയുമ്പോ നമ്മൾ നമ്മുടെ പ്ലാനിങ്ങിലൂടെ ഇപ്പം അതൊക്കെ നിൽക്കട്ടെ, നമസ്കാരം അവിടെ നിൽക്കട്ടെ, എനിക്ക് ചില മീറ്റിങ്ങുകളുണ്ട്, എനിക്ക് ചില ആലോചനകളുണ്ട്, എനിക്ക് ചില പ്രവർത്തനങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഇതിനെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിജയിച്ചു കൊള്ളണമെന്നില്ല. റബ്ബിന്റെ അടുത്തേക്ക് വന്നാല് വിജയം ഉണ്ടാവും ഉറപ്പാണ്. അതുകൊണ്ട് റബ്ബ് പറഞ്ഞ ഈ കാര്യങ്ങൾ, ധനത്തിലുള്ള വിശദീകരണം സകാത്തിലൂടെ നമ്മൾ നിർബന്ധമായും അത് നമ്മൾ നിർവഹിക്കണം. അത് എല്ലാ മാസത്തിലുണ്ട്, റമദാനിൽ മാത്രമല്ല. ചില ആളുകൾ റജബിലാകും, ചിലർ ശഅബാനിലാകും. അധികം ആളുകൾ റമദാനിലാണ് കൂട്ടാനും സുഖവും അതൊന്നും ഓർക്കാനും പിന്നെ അധികം പ്രതിഫലം അധികം കിട്ടും എന്നുള്ളതുകൊണ്ട് റമദാനിലാണ് പലപ്പോഴും ആളുകൾ അതിന് കണക്ക് കൂട്ടാറുള്ളത്. അതുകൊണ്ട് ഈ സകാത്ത് കൊടുക്കേണ്ട ആളുകൾ എന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും, നമസ്കാരത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത നമ്മൾ സകാത്തിന്റെ വിഷയത്തിലും ഒരു വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്യേണ്ടതില്ല. അത് കൊടുക്കുക തന്നെ. അത് നമുക്കുള്ള ചെറിയ ഒരു ജീവിതമാണെങ്കിലും സാമ്പത്തികമായി അങ്ങനെ കുറവുള്ള ആളാണ് എങ്കിലും ഒരു വർഷം കൂട്ടിയിട്ട് സകാത്തിന്റെ അളവ് വരുന്ന ആ നിസാബുണ്ടെങ്കിൽ അതിൽ നിന്ന് 2.5% കൊടുക്കണ്ടേ. കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു അതിനെ വർദ്ധിപ്പിച്ച് നമുക്ക് നൽകും എന്നത് ഉറപ്പാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളിൽ നമ്മയെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും
വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ നാഥ, റഹീമായ നാഥ, ഗഫൂറായ നാഥ, ഒരുപാട് ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ, ദാനധർമ്മങ്ങൾ, സദഖകൾ നിങ്ങൾ നിർവഹിക്കുന്നുണ്ട്. അള്ളാഹുവേ, അതെല്ലാം ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കുന്ന റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളിലൂടെ, ഞങ്ങളുടെ കുടുംബങ്ങളിലൂടെ, ഭാര്യമാരിലൂടെ, ഭർത്താക്കന്മാരിലൂടെ, കൂട്ടുകുടുംബാംഗങ്ങളിലൂടെ, ആദർശ ബന്ധുക്കളിലൂടെ ഞങ്ങൾക്ക് നീ കണ്ണും അവർക്ക് അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ ലോകത്തുകൂടിയാണ് നിങ്ങൾ നടന്നു പോകുന്നത്. അള്ളാഹുവേ, എല്ലാത്തരം പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ കാത്ത് ഈ ദീനിന്റെ തലയിൽ ജീവിക്കുന്ന ഏറ്റവും നല്ല സ്വാധീനങ്ങളിൽ ഞങ്ങളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റഹ്മാനെ. അള്ളാഹുവേ, മനസ്സ് മാറിപ്പോകുന്ന പല സന്ദർഭങ്ങളും മുന്നിലേക്ക് വരികയാണ്. റഹ്മാനായ നാഥ, മനസ്സിനെ ദീനിൽ ഉറപ്പിച്ചു നിർത്തുന്ന അവസ്ഥയിൽ ഞങ്ങളുടെ മനസ്സിനെ മാറ്റി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഈ മനസ്സിന് തസ്ബീഹ് നൽകുന്ന നിന്റെ വിശുദ്ധ വേദഗ്രന്ഥം പഠിക്കുകയും മനസ്സിലാക്കുകയും അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ആ ഖുർആനിനെ ഏറ്റവും സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കച്ചവടത്തിലും ബിസിനസ്സിലും ഞങ്ങളുടെ ഏർപ്പാടുകളിലും ബർക്കത്തിനെ, റഹ്മത്തിനെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ, അള്ളാഹുവേ, അവരുടെ രോഗമെല്ലാം നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. രോഗം നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. രോഗം നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. മാനസികമായി പ്രയാസപ്പെടുന്ന സഹോദരിമാർ, സഹോദരങ്ങൾ, അള്ളാഹുവേ, മാനസികമായ സന്തോഷം നൽകി അവരുടെ പ്രശ്നങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ പരിഹരിച്ച് ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.